Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹായ് എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ന്റെ ചില MCQs ആണ്. നമുക്കറിയാം ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാം എന്നാ വരുന്നത് 12-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 12-ാം തീയതി 2025 നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചില MCQസും അതിന്റെ ഡിസ്കഷൻ ആൻസേഴ്സ് എക്സ്പ്ലനേഷൻസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറെ സെക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഈ ഒരു ടൈം നമുക്ക് ഏകദേശം ഒരു മാസക്കാലമാണ് നമ്മുടെ എക്സാമിനായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു മാസക്കാലം നല്ല രീതിയിൽ MCQ പ്രാക്ടീസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ടോപ്പിക്സിന് അഡ്മിഷൻ കൊടുക്കുക. കൂടുതൽ MCQs ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. മാത്രമല്ല എക്സാമിന് ഈ രീതിയിലുള്ള MCQs കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താനും സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. കൂടുതൽ റിവിഷൻസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് MCQs ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ കില്ലർ കലാമി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് പെർഫോം ചെയ്യുന്നത്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഡിജിറ്റാലിസ് അർജുന സാപ്പഗോൾ അലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് പെർഫോം ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിജിറ്റാലിസിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ടെസ്റ്റിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അപ്പൊ കില്ലർ കലാമി ടെസ്റ്റ് എന്ന് പറയുന്നത് കാർഡിയക് ഗ്ലൈക്കോസൈഡ്സിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ഡിജിറ്റാലിസ് എന്ന് പറയുന്ന പ്ലാനിനകത്ത് അബണ്ടന്റ് ആയിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കളേർഡ് റിംഗ് അപ്പിയറൻസ് കാണാൻ സാധിക്കും. ഈ ഒരു ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാർഡിയക് ഗ്ലൈക്കോസൈഡ്സിന്റെ പ്രസൻസ് ആണ്. സോ ഇത് മറക്കാതിരിക്കുക, ഉത്തരവും മറക്കാതിരിക്കുക, ക്വസ്റ്റ്യനും മറക്കാതിരിക്കുക. അതിന്റെ ചുരുക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതും ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കെമിക്കൽ കോൺസ്റ്റുവൻസ് ഓഫ് ഡിജിറ്റാലിസ്. ഡിജിറ്റാലിസിന്റെ കെമിക്കൽ കോൺസ്റ്റുവൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഓപ്ഷൻ 1 നമുക്ക് ഡിജിറ്റോക്സിജിനിൻ ഉണ്ട്, അതുപോലെ ഡിജിറ്റോക്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? എല്ലാമാണ് കേട്ടോ. സോ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഡിജിറ്റോക്സിജിനിൻ നോക്കുകയാണെങ്കിൽ അതൊരു അഗ്ലൈക്കോൺ ആണ്, നോൺ ഷുഗർ പാർട്ടാണ് നമ്മുടെ കാർഡിയക് ഗ്ലൈക്കോസൈഡിന്റെ. അതുപോലെ ജിറ്റോക്സിജിനിൻ എന്ന് പറയുന്നത് അതും ഒരു അഗ്ലൈക്കോൺ ആണ്, നോൺ ഷുഗർ പാർട്ടാണ്. അഗ്ലൈക്കോൺ എന്ന് വെച്ചാൽ അത് തന്നെയാണ് കേട്ടോ, നോൺ ഷുഗർ ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ കാർഡിയക് ഗ്ലൈക്കോസൈഡിന്റെ. അതുപോലെ ഡിജിറ്റോക്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഷുഗർ ആണ്. നമ്മുടെ ഡിജിറ്റോക്സിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ കിട്ടുന്ന ഒരു ഷുഗർ ആണ് ഡിജിറ്റോക്സ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം എന്തിന്റെ കോൺസ്റ്റന്റ് ആണ്? ഡിജിറ്റാലിസിന്റെ കോൺസ്റ്റന്റ് ആണ്. ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഡിജിറ്റാലിസ് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ 1 ലീവ്സ് ഓഫ് ഡിജിറ്റാലിസ് പെർപ്രിയ, റൂട്ട്സ് ഓഫ് ഡിജിറ്റാലിസ് പെർപ്രിയ, ബോത്ത് 1 and 2, നൺ ഓഫ് ദിസ്. ഏതാണ് ഉത്തരം? ഉത്തരം ഒന്നാമത്തെയാണ് കേട്ടോ. ഡ്രൈഡ് ലീഫിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് ഉത്തരമായിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് ഹാർട്ട് കോൺട്രാക്ഷൻസിന് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ഹാർട്ട് ഫെയിലിയറിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കാർഡിയോട്ടോണിക് കോൺട്രാക്ഷൻസ് ഓഫ് കാർഡിയാക് മസിൽ, ദ ഫോഴ്സ് ഓഫ്. എന്തിനാണ് ഫോഴ്സ് ചെയ്യുന്നത്? അവിടെ എഫക്ട് ഉണ്ടാക്കുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നു, നൺ ഓഫ് ദി അബോവ്. എന്താണ് ഉത്തരം? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, കോൺട്രാക്ഷൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ കാർഡിയോട്ടോണിക് ഡ്രഗ്സ് ഇൻക്രീസ് ദ ഫോഴ്സ് ഓഫ് കാർഡിയാക് മസിൽ കോൺട്രാക്ഷൻസ്. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ ഒരു കോൺട്രാക്ഷനെ ഇൻക്രീസ് ചെയ്യുന്നത്? പോസിറ്റീവ് അനോട്രോപിക് ആക്ഷൻ എന്നാണ് പറയുന്നത്. സോ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ഷന്റെ ഫോഴ്സ് കൂട്ടുന്നുണ്ട്. എങ്ങനെയാണ് കൂട്ടുന്നത്? കാൽഷ്യത്തിന്റെ എമൗണ്ട് ഹാർട്ട് മസിലിനകത്ത് കൂട്ടിക്കൊണ്ടാണ് ഇവിടെ കാർഡിയോട്ടോണിക് ഡ്രഗ്സ് ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷനും കൂട്ടുന്നത്. സോ അവിടെ എമൗണ്ട് ഓഫ് ബ്ലഡ് ഹാർട്ടിന് അകത്തേക്ക് വരുന്നത് എന്താവും? ഔട്ട് ഓഫ് ദ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ആ ഒരു ബ്ലഡിന്റെ എമൗണ്ട് കൂടും. അപ്പൊ അതിനെയാണ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓരോ ബീറ്റിനും ഇങ്ങനെ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് കൂടും. അപ്പോ കാർഡിയക് ഔട്ട്പുട്ട് ഇംപ്രൂവ് ആവും. അതുവഴി ഹാർട്ട് ഫെയിലിയറിനകത്തുനിന്ന് പീപ്പിളിനെ നമുക്ക് ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. സോ ഇവിടെ കാർഡിയോട്ടോണിക് ഡ്രഗ്സ് എപ്പോഴും എന്താ ചെയ്യുന്നത്? കാർഡിയക് മസിലിന്റെ കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി ബ്ലഡിന്റെ പമ്പിങ് കൂട്ടുന്നു, ഹാർട്ട് ഫെയിലിയറിനെ കുറയ്ക്കുന്നു. ഓക്കെ, സോ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്.
അടുത്ത ചോദ്യം, ഗിലേറ്റിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് അക്യൂട്ട് അയൺ പോയ്സണിങ് ഈസ്. ഏതാണ്? സോഡിയം ഫോസ്ഫേറ്റ് ആണോ, ഡിമെർകാപ്രോൾ ആണോ, ഫെറോക്സിൻ ആണോ, ഡിഫെറോക്സമൈൻ ആണോ? എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി, ഡിഫെറോക്സമൈൻ ആണ് ഉത്തരം. ഒരു ചീലേറ്റിംഗ് ഏജന്റ് ആണ്. അക്യൂട്ട് അയൺ പോയ്സണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചീലേറ്റിംഗ് ഏജന്റ് ആണ്. ക്രോണിക് അയൺ ഓവർലോഡിനെ ട്രീറ്റ് ചെയ്യാനും ട്രാൻസ്ഫ്യൂഷൻ ഡിപ്പെൻഡന്റ് അനീമിയ, അലുമിനിയം പോയ്സണിങ് ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഡെഫ്രോക്സമൈൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിഫ്രോക്സമൈൻ എന്ന് പറയുന്നത് ഒരു അയൺ സ്പെസിഫിക് ചീലേറ്റർ ആണ്. അയണുമായി ബൈൻഡ് ചെയ്ത് അതിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അയൺ ഓവർലോഡിന് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അനീമിയയുടെ കേസിലും ഈ പറയുന്ന ഡിഫ്രോക്സമൈൻ യൂസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, an antidote is an agent that counteracts alkali, acid, poison, venom. എന്താണ്? പോയ്സൺ ആണ് കേട്ടോ. സോ ആന്റിഡോട്ട് എന്താണ് കോൺട്രാക്ട് ചെയ്യുന്നത്? പോയ്സണെയാണ്. അപ്പോൾ ടോക്സിന്റെ അല്ലെങ്കിൽ പോയ്സന്റെ എഫക്റ്റിനെ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിഡോട്ട് യൂസ് ചെയ്യുന്നത്. പോയ്സന്റെ ആ ഒരു എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള സബ്സ്റ്റൻസ് ആയിട്ടാണ് ആന്റിഡോട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആന്റിഡോട്ട് യൂസ്ഡ് ഫോർ ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്. ഏതാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നിയോസ്റ്റിക്മൈൻ, അട്രോപ്പിൻ, മെഗ്നീഷ്യം സൾഫേറ്റ്, ഡീപെൻസിലമൈൻ. എന്താണ് ഉത്തരം വരുന്നത്? ഉത്തരം വരുന്നത് അട്രോപ്പിൻ ആണ് കേട്ടോ. അട്രോപ്പിൻ ആണ് നമ്മൾ ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അട്രോപ്പിൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആന്റിഡോട്ടും കൂടെയാണ്. ഓർഗാനോഫോസ്ഫേറ്റിന്റെ പോയ്സണിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അസിറ്റൈൽ കോളിന്റെ എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് അട്രോപ്പിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാം, ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് നമ്മൾ സ്റ്റഡി ഗ്രൂപ്പുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ തന്നിരിക്കുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. സിലബസ് ഓറിയന്റഡ് നോട്ട്സ്, ക്വസ്റ്റ്യൻസ്, MCQ PDF, ക്യൂസ്, സ്റ്റഡി പ്ലാൻ, റിമൈൻഡേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് കേട്ടോ. 9995264596 ആണ് നമ്പർ. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് PG2 എന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചോദിച്ചറിയാവുന്നതാണ്. ഇനി ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും PSC എക്സാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സപ്പോർട്ടോ സ്റ്റഡി ഗൈഡൻസോ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സെയിം നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ, ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിക്വസ്റ്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ സന്തോഷം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ 2 സ്റ്റുഡൻസ് അപ്പോയിന്റ് ആയിട്ടുണ്ട്. അതിലൊരാളാണ് അക്ഷയ ഷാജി. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്ത ജൂനിയർ ലാബ് അസിസ്റ്റന്റിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി, അഡ്വൈസ് കിട്ടി നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്ത സ്റ്റുഡൻ്റ് ആണ് അക്ഷയ. ഒരുപാടധികം സന്തോഷം ഉണ്ട് നിങ്ങളുടെ അച്ചീവ്മെന്റ് നമുക്ക് കാണുമ്പോൾ. ഒരുപാട് വലിയ കൺഗ്രാജുലേഷൻസ്. ഇനി ഉയരങ്ങൾ എത്താനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഹിമ CV, വലിയ സന്തോഷമുണ്ട് വന്ന് നിങ്ങളുടെ സന്തോഷം അറിയിച്ചതിൽ. കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആയിട്ടാണ് അപ്പോയിന്റഡ് ആയിരിക്കുന്നത്. 2 പേർക്കും വലിയ കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും ഉയരങ്ങൾ എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും നിങ്ങൾക്കും ഇവരൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. തുടർന്ന് പഠിക്കാനും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടാനും നിങ്ങൾക്കും സാധിക്കട്ടെ. അവർ അഡ്വൈസ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.